എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയാൻ പോകുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്തു തീർക്കാനുണ്ടാവും. അതൊരു പക്ഷേ പഠനമാകാം, ഓഫീസിലെ വർക്ക് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാകാം. പക്ഷേ ഈ ഒരു വർക്കിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു. ആ 5 മിനിറ്റ് പിന്നീട് അരമണിക്കൂറായിട്ടും 1 മണിക്കൂറായിട്ടും 2 മണിക്കൂറായിട്ടും ഒക്കെ മാറി ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടും യൂട്യൂബ് വീഡിയോസ് കണ്ടും സമയം പോയതറിയാതെ അവസാനം വലിയ കുറ്റബോധത്തോടു കൂടി നമ്മൾ ഫോൺ താഴെ വെക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ വെറും മടിയന്മാരായതുകൊണ്ടാണോ? അതോ നമ്മുടെ കഴിവിന്റെ കുറവാണോ? അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിനെ ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന രാസവസ്തുവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുകയാണ്. ഈ ഒരു കെണിയിൽ നിന്ന്, ഡോപ്പമൈൻ ഇഫക്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കടക്കാം എന്ന് വളരെ ലളിതമായിട്ട് ശാസ്ത്രീയമായി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് തിബോസ് മോറിസ് എഴുതിയ ഡോപ്പമൈൻ ഡീറ്റോക്സ് എ ഷോർട്ട് ഗൈഡ് ടു റിമൂവ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പുസ്തക പരിചയത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതൊരു വലിയ തിയറട്ടിക്കൽ ആസ്പെക്റ്റുകൾ നിറഞ്ഞ പുസ്തകമൊന്നുമല്ല. മറിച്ച് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ശ്രദ്ധ, അതായത് ഫോക്കസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉടനടി പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സർവൈവൽ ഗൈഡാണ്. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ഭീകരമാണ് ഇന്നത്തെ ഒരു ശ്രദ്ധാനാശത്തിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ശരാശരി ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ സിംഹഭാഗവും സ്ക്രീനുകൾക്ക് മുന്നിൽ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ അറിയാതെ വെറുതെ കളയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നതെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വായനക്കാരനെ ഒട്ടും ബോറടിപ്പിക്കാതെ എന്നാൽ മുഖത്തെളിച്ചതുപോലെ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് ഗ്രന്ഥകാരൻ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഡോപ്പമൈൻ എന്താണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡോപ്പമൈൻ? ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഇതൊരു പ്ലഷർ കെമിക്കൽ, അതായത് സന്തോഷം തരുന്ന, എസ്പെഷ്യലി സെക്ഷൽ പ്ലഷർ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് എന്നുള്ളതാണ്. എന്നാൽ തിബോസ് മോറിസ് ഈ പുസ്തകത്തിൽ ആ ധാരണ തിരുത്തി കുറിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഡോപ്പമൈൻ എന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന ഒരു രാസവസ്തു അല്ല, മറിച്ച് അതൊരു മൊളിക്യൂൾ ഓഫ് മോർ ആണ്. അതായത് നമുക്ക് കൂടുതൽ വേണം, ഇനിയും വേണം എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന, നമ്മളുടെ പ്രവർത്തികളെ കൂടുതൽ പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രവർത്തികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ മധുരമുള്ള ഒരു ഭക്ഷണം കാണുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് ഡോപ്പമൈൻ റിലീസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രശ്നം വരുന്നത് ഇവിടെയല്ല. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം, സോഷ്യൽ മീഡിയ ആപ്പുകളും ജങ്ക് ഫുഡും വീഡിയോ ഗെയിമുകളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ തലച്ചോറിലെ ഈ ഒരു ഡോപ്പമൈൻ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. കൃത്യമായി ഉയർന്ന അളവിൽ ഡോപ്പമൈൻ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ ഒരു അളവുമായിട്ട് പൊരുത്തപ്പെടുന്നു. പിന്നീട് സാധാരണ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളോ കഠിനമായിട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒന്നും നമുക്ക് താല്പര്യമില്ലാതായിട്ട് മാറുന്നു. കാരണം ജോലി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമൈൻ്റെ അത്രയും വരില്ല. അപ്പോൾ ഇതിനെയാണ് ഓവർ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്തേജനം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് നെറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗൗരവമായിട്ട് കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. അതാണ് ഇതിന്റെ പിന്നിലെ ഒരു കച്ചവടം എന്ന് പറയുന്നത്. ഇപ്പോൾ സിലിക്കൺ വാലിയിലെ വലിയ ടെക് കമ്പനികൾ, അതായത് ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, യൂട്യൂബ് ആകട്ടെ, ഇവരൊക്കെ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? നമ്മളുടെ ഈ ഒരു ഫോക്കസ് അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു വാങ്ങാനായിട്ട് വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഈ ആപ്പുകളൊക്കെ സൗജന്യമാണെന്നാണ്. എന്നാൽ ബിസിനസ് ലോകത്തൊരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രോഡക്റ്റ് യു ആർ ദ പ്രോഡക്റ്റ് എന്ന്. അതായത് നിങ്ങൾ ഒരു ഉൽപ്പന്നത്തിന് പണം നൽകുന്നില്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ ഉൽപ്പന്നം. അതായത് ഇവിടെ നമ്മുടെ ശ്രദ്ധയാണ് ഇവരുടെ വിപണിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചരക്ക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരും ഏറ്റവും മികച്ച മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നത് നമ്മളെ എങ്ങനെ കൂടുതൽ സമയം സ്ക്രീനിന്റെ ഉള്ളിൽ തളച്ചിടാം എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. കാരണം വളരെ ലളിതമാണ്. നമ്മൾ എത്രത്തോളം സമയം ആ ഒരു ആപ്പിൽ ചിലവഴിക്കുന്നോ അത്രത്തോളം പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് നേടാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ലാഭം ഉണ്ടാക്കും. ചുരുക്കത്തിൽ നമ്മുടെ ശ്രദ്ധയാണ് അവരുടെ ഒരു ലാഭം എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഓരോ സെക്കൻഡും അവരുടെ അക്കൗണ്ടിലേക്കുള്ള പണമാണ്. ഇവിടെയാണ് തിബോട്ട് മോറിസ് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ക്രൂരമായ ചോദ്യം പ്രസക്തമാകുന്നത്.
എന്തിനാണ് നമ്മൾ അവരെ പണക്കാരാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കുന്നത്? നമ്മൾ ഫോണിൽ നോക്കി സമയം കളയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ കരിയറിന് വേണ്ടി, നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കേണ്ട വിലപ്പെട്ട സമയം ഈ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനായിട്ട് സൗജന്യമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഫലം എന്താണ്? അവർ കോടീശ്വരന്മാരാകുന്നു, നമ്മുടെ ഉൽപ്പാദനക്ഷമത നശിക്കുന്നു, നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലക്ഷ്യബോധം ഇല്ലാത്തവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോറിനെ അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രമായിട്ട് നമ്മളിവിടെ അനുവദിക്കുന്നു. അപ്പൊ ഇത് അനുവദിക്കേണ്ട ഒരു സംഗതിയാണോ? ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഡോപ്പമൈൻ ഡീടോക്സ് എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. ഇനി ഈ ഒരു പുസ്തകത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ പരിഹാര മാർഗങ്ങളാണ്. എഴുത്തുകാരൻ ഇതിനെ 3 തരത്തിലുള്ള ഡീടോക്സ് മുറകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണ്ണ ഡീടോക്സ്, 24 മണിക്കൂർ ഡീടോക്സ്, പിന്നെ പാർഷ്യൽ ഡീടോക്സ്. ഇതിൽ 48 മണിക്കൂർ ഡീടോക്സ് എന്ന് പറയുന്നത് വളരെ കടുപ്പേറിയ ഒരു സംഗതിയാണ്. ഇന്റർനെറ്റ്, ഫോൺ, മ്യൂസിക്, എക്സസൈസ്, ഇങ്ങനെ നമ്മുടെ തലച്ചോറിന് ഉത്തേജനം നൽകുന്ന എല്ലാ സംഗതികളിൽ നിന്നും വിട്ടുമാറി നിൽക്കുക എന്നുള്ളതാണ് ഈ 48 മണിക്കൂർ ഡീടോക്സിന്റെ രീതി എന്ന് പറയുന്നത്. കേൾക്കുമ്പം ഭ്രാന്ത് പറയുകയാണെന്നൊക്കെ തോന്നാം അല്ലെ? പക്ഷെ വെറുതെ ഇരിക്കുക, ബോറടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരം മരുന്നാണെന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പം ബോർഡം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരുന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഉത്തേജനങ്ങൾ കുറയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് വീണ്ടും സാധാരണ രീതിയിലേക്ക് വരും. അപ്പം നമുക്ക് മുൻപ് ചെയ്യാൻ മടിയുണ്ടായിരുന്ന കഠിനമായിട്ടുള്ള ജോലികൾ പോലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹം തോന്നിത്തുടങ്ങും എന്നുള്ളതാണ്. ഇവിടെ വിരസത അല്ലെങ്കിൽ ബോർഡം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു തുടക്കമാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഇനി ഈ ഒരു പുസ്തകത്തിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വെറുതെ ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് ഗ്രന്ഥകാരന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തന്ത്രമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഘർഷണം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഘർഷണം സൃഷ്ടിക്കുക, തടസ്സം സൃഷ്ടിക്കുക. അതായത് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ അനുവദിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വെച്ചു കൊടുത്ത് ആ ഒരു സ്മൂത്ത് ഫ്ലോയിനെ അങ്ങ് തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടാത്ത ചില ശീലങ്ങൾ, അതിപ്പോൾ ഉദാഹരണത്തിന് കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിനെ പരുവപ്പെടുത്തുക, അന്തരീക്ഷത്തിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഫ്രിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോൺ ഓഫാക്കി മറ്റൊരു മുറിയിൽ വെക്കുകയോ ഇന്റർനെറ്റ് കട്ടാക്കുകയോ ചെയ്യുന്നതൊക്കെ ഈ ഫ്രിക്ഷന്റെ ഉദാഹരണങ്ങളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിൽ വർക്കൗട്ട് ആകുന്ന കാര്യമാണ്. ബേസിക് ആയിട്ട് മനുഷ്യന്മാരെല്ലാം അടിസ്ഥാനപരമായി മടിയന്മാരായിട്ട് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. എല്ലാവരും മടിയന്മാരാണ്. എഴുന്നേറ്റ് പോയിട്ട് ഫോൺ എടുക്കാൻ മടിയാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ശീലം നമുക്ക് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചും ഇത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട നല്ല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എഴുതുകയോ പഠിക്കുകയോ അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ അടുത്തായിട്ട് ക്രമീകരിക്കുകയും വേണം. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇമെയിൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഓപ്പൺ സിസ്റ്റങ്ങളാണ്. അതായത് ഇതിന് അവസാനമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കടന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുങ്ങിപ്പോകും. അതിന് ഒരു അവസാനവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു PDF ഡോക്യുമെന്റ് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്, ഒരു എക്സൽ ഷീറ്റ് നോക്കുകയാണ്, ഇതൊക്കെ ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഇദ്ദേഹം പറയുന്നത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ ഡോപ്പമൈൻ ഡീടോക്സിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഇത്തരം ക്ലോസ്ഡ് സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഫോൺ നോക്കി നമ്മളുടെ ഡോപ്പമൈൻ ഹൈ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം മുഴുവനും നമുക്ക് ശ്രദ്ധ കിട്ടാതെ വരും എന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ വളരെ കുറയും. അപ്പം നമുക്ക് ശ്രദ്ധ കൂടുതൽ വേണ്ടി വരുന്ന ടാസ്കുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു വലിപ്പം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ പേജുകളിൽ കാട് കയറാതെ നേരെ കൃത്യമായിട്ട് കാര്യത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇപ്പം സാധാരണയായിട്ട് നമ്മളൊരു സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ വായിക്കുമ്പോഴത്തേക്കും പലരും അനുഭവിക്കുന്ന ഒരു മടുപ്പുണ്ട് അല്ലേ. ഇത് ഇത്രയും വലിച്ചു നീട്ടണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അപ്പം ഈ ഒരു മടുപ്പ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. വായനക്കാരൻ ഒരു ഡോപ്പമൈൻ അഡിക്റ്റ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ വായിച്ചു തീർക്കാനുള്ള പാകത്തിനാണ് ഇതിൻ്റെ ഒരു ഘടന അദ്ദേഹം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള ന്യൂറോ സയൻസ് കാര്യങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവൽക്കരിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് എന്നുള്ളതിന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമ്പോഴത്തേക്കും നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്ന ആ ഒരു പരിപാടിയൊക്കെ നിർത്തിയിട്ട്
പരിഹാരങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. എങ്കിലും ഇതിന്റെ ഒരു നെഗറ്റീവ് വശം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആക്ച്വലി 48 മണിക്കൂർ ഡീടോക്സ് ഒക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രായോഗികമായിട്ട് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു ഫോണൊക്കെ ഇല്ലാതെ 48 മണിക്കൂർ ചിന്തിക്കാൻ പോലും പലർക്കും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പാർഷ്യൽ ഡീടോക്സ് എന്ന് പറയുന്ന ആശയമായിരിക്കും പലർക്കും ഉപകാരപ്രദമായിട്ട് വരുന്ന ഒരു ഡീടോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോങ് ടേം തിങ്കിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്തയുടെ പ്രാധാന്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു ലോകത്തിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമാണ്. നമുക്കെല്ലാം പെട്ടെന്ന് വേണം അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഫുഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് വിപണിയിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വിജയകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ ബോറടി സഹിക്കാനുള്ള ഒരു കഴിവുമാണെന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ എളുപ്പത്തിലുള്ള സുഖങ്ങൾ തേടി പോകലല്ല എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ഇല്ലായ്മ ഒരു വലിയ പ്രധാന പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോലികൾ തുടങ്ങാൻ ഇനിയും മടി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഡോപമൈൻ ഡീടോക്സ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധയാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വിറ്റഴിക്കാനുള്ളതല്ല, മറിച്ച് നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളെല്ലാവരും സമ്മതിക്കാൻ മടിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത്, എങ്കിലും ചോദിക്കുകയാണ്, ഈ ഒരു ദിവസം എത്ര സമയമാണ് നിങ്ങൾ ഫോണിൽ ചിലവഴിക്കുന്നത്? നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. നമുക്ക് നോക്കാം എത്രത്തോളം ആളുകൾ ഈ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുസ്തക പരിചയവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.